Once upon a time version 2.0 ഈ ചിരി യാത്ര ആരംഭിക്കുമ്പോൾ നമുക്ക് കോമഡിയുടെ രാജാക്കന്മാരെ സ്വാഗതം ചെയ്യാം. Let's welcome രമേശ് ഏട്ടൻ, the talented actor സെന്തിൽ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാൻഡ് പെർഫോമൻസുമായിട്ട് വരുന്നു സുവൽ പടിയൂർ ഫ്രം തൃശൂർ. സ്വാഗതം. എങ്ങനെ പോകുന്നു? സുഖായിരിക്കുന്നോ? അടിപൊളിയായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ തമാശകൾ പറഞ്ഞു. ഈ പ്രാവശ്യം മറ്റൊരു ഏരിയയിലെ തമാശകൾ പറയുന്നു വിശ്വസിക്കുന്നു. ചേട്ടാ എവിടെന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂർ ജില്ല ഇരിങ്ങാലക്കുട പടിയൂര്. അടിപൊളി. ഈ മുടി വളർത്തുന്നതിന് എന്തെങ്കിലും ഇതുണ്ടോ? ഞാൻ ആക്ടിങ്ങിന്റെ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 2 സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയതായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് മുടി അതെ അതെ. ഇനി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വേഷം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇത് നിലനിർത്തി പോകുന്നു. സുവിലെ മുടിയൊന്ന് അഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടിട്ടില്ല, മുടി അഴിച്ച് കണ്ടിട്ടില്ലേ സുവിലിനെ? ഒന്ന് കാണിച്ചു നോക്കട്ടെ. വെറുതെയാണ്. ആഹാ, പണ്ടത്തെ ഇംഗ്ലീഷ് കാസറ്റ് മേടിച്ചല്ല, അതിൽ ഗിത്താറും പിടിച്ചോണ്ടിരുന്ന ബാക്കിൽ നിൽപ്പണ്ടാവും നിർവികാരനായിട്ട് ഗിറ്റാർ വായിക്കാനായിട്ട്. അതുപോലത്തെ ഒരു മുടിയാണ് ഇരിക്കുന്നത് കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴെങ്കിലും മുടി വളർത്തണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല. നിനക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് മുടി വളർത്തണമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന് വെച്ചാൽ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് വളർത്തി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ക്യാരക്ടറിന് വേണ്ടി വെട്ടിക്കളയേണ്ടി വരും. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. മുടി ബാബു ആന്റണി ഫാനായിരുന്നു. വലിയ തോതിൽ മുടി വളർത്തണമെന്നും ഇവിടം വരെ മുടി വളർത്തണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയില്ല, വളരത്തില്ല. മുടി ഇങ്ങനെ പൊങ്ങിപ്പോവും, നേരെ മുകളിലോട്ട് പോകും, പുറകിലോട്ട് തൂങ്ങുകയില്ല. എനിക്ക് ഇങ്ങനെ ചുരുണ്ട് പിന്നെ ഇവിടെ തന്നെ കിടക്കും, അത് നീളം. അതെ, അവൻ മുടി തിരിച്ച് കെട്ടിയിട്ട് നമുക്ക് പെർഫോമൻസ് കാണാം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. നമസ്കാരം സെന്തിലേട്ടാ. നമസ്കാരം രമേശേട്ടാ. നമസ്കാരം രമേശേട്ടാ. ഞാനേ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. രമേശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ? അപ്പോൾ അത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചോദിക്കാം. അത് മറന്നു പോകാനിരിക്കാനായിട്ട് കുറച്ച് എഴുതി തന്നിട്ടുണ്ട്. ഓ, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തന്നുവിട്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹം പോയിട്ട് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോടൊന്ന് പറ്റുമെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. എന്തെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളാം. ടെൻഷനാണല്ലോ, ടെൻഷനാക്കി വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. അതല്ല അഞ്ചലേ, ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പരിപാടിയും കൂടി ഇല്ലാണ്ടാവും, അതുകൊണ്ടാണ്. ആണോ? ശരി, കഴിഞ്ഞിട്ട് ചോദിക്കും, നമുക്ക് നോക്കാം. രമേശേട്ടാ, ഞാൻ ഈ വേദിയിൽ വന്നിട്ട് ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ അറിയാത്ത പലരും അറിഞ്ഞു. ഒരുപാട് കസ്റ്റമർ ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്. വളരെ സന്തോഷം. ഒപ്പം തന്നെ ഞാൻ മുമ്പ് പലരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരും അറിഞ്ഞു. അവരിപ്പൊ ചോദിച്ചു വരുന്നുണ്ട്. വളരെ ശോകം. അതോടുകൂടി എൻ്റെ ഉറക്കം അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഫ്രണ്ട് റിയാസ് പറയുന്നത് യൂട്യൂബിൽ സ്ലീപ്പി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന്. അതായത് ഉറങ്ങുന്നതിനുള്ള മ്യൂസിക്. ഉറക്കം കിട്ടാത്ത രാത്രികളിൽ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് സ്ലീപ്പി മ്യൂസിക് ഇങ്ങനെ വെച്ച് കേട്ട് ഉറങ്ങാൻ തുടങ്ങും. ഉറക്കം പിടിച്ചു വരുമ്പോഴായിരിക്കും ഏതെങ്കിലും സിനിമയുടെ ഒരു പരസ്യം കയറി വരും. യോ സാമ്യേ വായോ സാമ്യേ മന്മഥ സാമ്യേ മങ്കര സാമ്യേ പോകിരി സാമ്യേ. അതോടുകൂടി ഉള്ള ഉറക്കം അങ്ങോട്ട് പോകും. ഇതുപോലെ തന്നെ കയറി വരുന്ന മറ്റൊരു പരസ്യമാണ് പരിപ്പട വാങ്ങാൻ ഫോൺ പേ എന്നുള്ളവർ. ഇന്ന് രാവിലെ ഈ പരസ്യം കണ്ട് ഞാൻ പരിപ്പട വാങ്ങാനായിട്ട് ചായക്കടയിൽ പോയി. അവിടെ നിന്ന് ഒരു പരിപ്പട വാങ്ങിച്ചു. ഫോൺ പേയുടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് ഇങ്ങനെ മൊബൈലും പിടിച്ച് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ചേച്ചി വന്നിട്ട് ഒരു ഒറ്റയടി എൻ്റെ കരണം. ആ ചേച്ചി വിചാരിച്ചത് ഞാൻ ഒളിച്ചു നിന്ന് ആ ചേച്ചിയുടെ ഫോട്ടോ എടുക്കുകയാണെന്ന്. ഒരു കണക്കിന് ഞാൻ ആ ചേച്ചിനെ പറഞ്ഞു മനസ്സിലാക്കി. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഒരു പിടുത്തില്ല. കാരണം ഉറപ്പായിട്ട് അവൾ പറയും ഞാൻ മനഃപൂർവ്വം ആ ചേച്ചിയുടെ ഫോട്ടോ എടുത്താണെന്നുള്ളത്. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ. അതിനൊരു കാരണമുണ്ട്. ഒരു ദിവസം ഞാൻ ഭാര്യയ്ക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കൂസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ട് ഞാൻ അവളെ കൊണ്ടുപോയി. അവളോട് പറഞ്ഞില്ല, സർപ്രൈസ് അല്ലേ. പക്ഷെ വണ്ടി ചെന്ന് നിന്നത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട തക്കൂസിന്റെ വീട്ടിൽ. ഈ വാട്സപ്പിൽ നിന്ന് ലൊക്കേഷൻ മാപ്പ് സെലക്ട് ചെയ്തപ്പോ അറിയാതെ ഒന്ന് മാറിപ്പോയതാണ് സംഭവം. തക്കൂസ് സർപ്രൈസ് ആയി, ഭാര്യ ഡിപ്രസ് ആയി, എന്റെ കാര്യം ഡിസ്കണക്ട് ആയി. വർത്താനായി, ബഹളായി, ആകെ സീനായി. കുറെ നാള് ഞങ്ങൾ മിണ്ടാണ്ട് കിടന്നു. ഇപ്പൊ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോയാലോ ഒരുമിച്ചൊരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ ഞങ്ങളുടെ പ്രശ്നം തീർന്നില്ല. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ചാനൽ ചർച്ച കാണാനിടയായി. ഇവള് ഭയങ്കര സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, നമ്മളൊക്കെ എന്ത് ഡീസന്റ് അല്ലേ ചേട്ടാ. അതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ചാനൽ ചർച്ച കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം മുടങ്ങാണ്ട് ഒരു പ്രശ്നമില്ല, സുഖജീവിതം. പിന്നെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രണ്ട് റിയാസ് വീണ്ടും പറയണത് യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടെന്ന്, അതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു.
ഈ 6 കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം. ഈ 6 കാര്യങ്ങളുള്ള ഒരു 600 വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ ഇടുന്ന ആള് രക്ഷപ്പെടുന്നല്ലാതെ എൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ അങ്ങനെ നോക്കി വരുമ്പോഴാണ് വേറൊരു വീഡിയോ കണ്ടത്. ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കാം, ഒരു എളുപ്പ വഴി. ഞാൻ കണ്ടപ്പോ അത് കൊള്ളാല. ഞാനപ്പോ ഈ വീഡിയോ ഇട്ട ആളൊന്ന് വിളിച്ചു. അപ്പൊ ആള് പറയാ, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ 5-8 തവണ അവിടെ ഓഡിഷന് വന്നു, ഇതുവരെ എനിക്ക് സെലക്ട് ആയിട്ടില്ല. അവിടെ വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ പെർഫോം ചെയ്യാനുള്ള കണ്ടന്റ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതന്നെയല്ല, ഇപ്പൊ പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഓഡിഷനിൽ കിട്ടാത്ത കുട്ടികളൊക്കെ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സാറായതുകൊണ്ടും ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും പറയല്ല, അദ്ദേഹത്തിന് ഈ വേദിയിൽ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരാൾക്കൊരു പരിഭവം ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അപ്പൊ ഞാനത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന് വേണ്ടിയിട്ടൊന്ന് ചോദിച്ചോളൂ. എൻകൗണ്ടർ കൗണ്ടർ കൗണ്ടർ നിങ്ങൾ കേൾക്കുന്നില്ലേ, എൻകൗണ്ടർ നിങ്ങൾ തെച്ചിട്ടില്ലേ, ചെയ്യാത്തൊരു കൗണ്ടറിനും ചെയ്യാതെ നിന്നവനും കൺമുന്നിൽ ഞാൻ വന്നിട്ടും ചെയ്യുന്നില്ലല്ലോ. കയ്യിൽ കണ്ടന്റില്ലഞ്ഞിട്ടോ സ്ത്രീ പീശു നെഞ്ചില്ലിടിപ്പു കൂടിയിട്ടോ, കയ്യിൽ കണ്ടന്റ് ഞാനിട്ടോ സ്ത്രീ പീശു നെഞ്ചില്ലിടിപ്പു കൂടിയിട്ടോ. സാറിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് കരച്ചിൽ വരും. ഏത് ആ സാറാ? കണ്ടന്റ് ഇല്ലാത്ത സാറാ? ആ സാറിന് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഒരു പെർഫോം ചെയ്യണം. അതാണ് നിങ്ങൾ പറയാൻ വെച്ച കണ്ടന്റ് ഒക്കെ എടുത്ത് പുള്ളിക്ക് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ മാറിക്ക്. അപ്പൊ പുള്ളിക്ക് വരാലോ. അല്ല, അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി ഇവിടെ നടക്കില്ല. ഓ, താങ്ക് യു, നന്ദി, നമസ്കാരം. ഗുഡ്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ സാറിന് ഒരു ഹായ് പറയാ. സാറിന്റെ പേരെന്താ? സുബിൽ. ഇപ്പൊ എന്റെ സാറെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ ഇവിടെ വരാൻ പറ്റാത്ത സാറിന് ഒരു ഹായ് പറയാൻ പറ്റും. കൊടുക്കണോ രമേശേട്ടാ? കൊടുത്തു കൊടുക്കുക അല്ലേ? എന്നോട് ചോദിച്ചിട്ടാണോ എല്ലാ ഹായും കൊടുത്തോണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് കൊടു. ഒപ്പം മലയാളത്തിലെ എല്ലാ സംവിധായകന്മാർക്കും എനിക്ക് വേണ്ടിട്ട് ഒരു ഹായും കൂടി പറയും. എങ്ങനെ? മലയാളത്തിലെ എല്ലാ സംവിധായകർക്കും സുബിലിന് വേണ്ടിട്ടൊരു ഹായ്. ഞാനോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലായിരിക്കും, പുണ്യം കിട്ടും. പുണ്യം കിട്ടും. രമേശേട്ടാ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാത്ത 3 വരെ പാമ്പും കടിച്ചിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും പാമ്പ് കടിച്ചിട്ടുണ്ട്. ചെയ്ത ഒരു പെൺകുട്ടിക്ക് ലോട്ടറി അടിച്ചു. ഇപ്പൊ മലയാളത്തിലെ എല്ലാ സംവിധായകന്മാർക്കും സുബിൽ സാറിന് വേണ്ടി ഹായ്. താങ്ക് യു. കഴിഞ്ഞല്ലോ കാര്യം. അതിനകത്തൊക്കെ ഒരു ഉഴപ്പുണ്ട്. ഇല്ല, ആത്മാർത്ഥതയില്ല. ആ പുഷ്പയില് മറ്റേ രശ്മിക ഉമ്മ കൊടുക്കാൻ പോയ പോലുള്ളൊരു ഉഴപ്പുണ്ട് അതിനകത്ത്. ഒരു ആത്മാർത്ഥതയില്ല. യൂട്യൂബില് ഡയന ഫാൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കണത് ഞാനാണ്. അപ്പൊ എനിക്ക് തന്നെ കിട്ടണത്. അതെങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കണം? ഒരെണ്ണം അടിക്കാൻ പറ്റൂല എല്ലാവർക്കും. അല്ല, ഞാൻ കുറെ പേരെ ചെയ്യിക്കാറുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞില്ല, അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാം. അത് കിട്ടണം. അല്ലെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പറയിച്ചിരിക്കുന്ന നമ്മൾക്കൊക്കെ ലൈക്കും ഇല്ല, ഒന്നുമില്ല. അവസാനം ഡയാനിക്ക് ഇരിക്കട്ടെ ലൈക്ക്. രമേശനുണ്ട്. അല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. എനിക്ക് അന്നും ഇന്നും എന്നും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. നമ്മളൊക്കെ ഒരു ഫോട്ടോ ഇട്ടാലൊന്നും ഒന്നും വരില്ല, പക്ഷെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ക്യൂട്ട്, സ്മൈല് നന്നായിരിക്കുന്നു, ഡയാന ആർമി, ഡയാന ഫാൻസ് 14 ജില്ലാ ഘടകം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് ഡയാന തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കി മാനേജ് ചെയ്യുന്നതാണോ? എനിക്കൊന്നും അങ്ങനെയൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. എന്നാലും 2 എണ്ണത്തിന്റെ പറഞ്ഞതാ. എങ്ങനെയാണ് വളരെ എന്നോട് സ്നേഹവും എന്താ പറയുക, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണയ്ക്കുന്ന, എന്നോട് സ്നേഹമുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. പിന്നെ 25,000 സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറയൂ. അതെങ്ങനെയാണ് ഡയാന? മനസ്സിൽ തോന്നുന്ന ഒരു സ്നേഹമാണത്. അല്ല, അവർക്ക് ഐശ്വര്യറായി തൊട്ട് കണ്ട നടിമാരൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് അവർ ഡയാനെ തന്നെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നത്? അത് അവരോട് ചോദിക്കണം. പെയ്ഡ് പ്രൊമോഷൻ അല്ലേ? ഇതിനെന്താ വില? ഇതിന് എത്ര കൊടുക്കണം? ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. രമേശ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം ലൈക്ക് വരുന്നറിയോ? ഒന്നുമില്ല. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു? അതൊന്നും കാര്യമല്ല ഡയാൻ. ഇത് ചോദിച്ച് വിഷയം മാറ്റിക്കൊണ്ടു പോകല്ലേ? ഇതെങ്ങനെയാണ് ഇത്ര ഫാൻ പേജുകൾ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞാനല്ലോ അതിന്റെ അഡ്മിൻ. പിന്നെ എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ കള്ളം പറയുമെന്നുള്ളത് മുഖത്ത് മനസ്സിലാവും. നല്ല കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ രമേശന്റെ കൂടെ നിൽക്കാം. നേരത്തെ രണ്ടുപേര് ആ ഒരു ഷെയർ ആയിട്ട് പോകാൻ വെച്ചിട്ടായിരുന്നു. നേരത്തെ ഡയാനയുടെ കൂടെ നിന്നു, ഇനിയിപ്പോ രമേശന്റെ കൂടെ നിൽക്കാം. അപ്പൊ ഇവൻ ഇവിടെ വെറുതെ ഇവൻ വിളിക്കാത്ത കല്യാണത്തിന് വന്നതാണോ? ഇവനെ വിളിച്ചിട്ട് വന്നതല്ലേ? സെന്തിലിന് എന്ത് വിഷമം ഉണ്ടാവും? സെന്തിലിന്റെ ഭാഗത്ത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? അല്ല, സെന്തിലേട്ടൊന്നും സെന്തിലെ ശാപിക്ക്. സെന്തിലെ വേണ്ട, പാവം, കുഴപ്പമില്ല.
ഓക്കെ, എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. പെർഫോമൻസ് ഈ യൂട്യൂബ് ചാനലുകളെ കുറിച്ചും അതിലെ ചില കണ്ടെത്തലുകളും വഴികളും ഒക്കെ പറഞ്ഞത് വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ചില തമാശകളായിരുന്നു. പിന്നെ സുവിലിന്റെ പ്രകടനം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എപ്പോഴും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പ്രകടനമായിട്ടാണ് സുവിലൂടെ വരുന്നത്. സാധാരണഗതിയിൽ സുവില് പറയുന്ന തമാശകളിൽ ഒരു ബ്യൂട്ടി പാർലറെങ്കിലും വരും. ഇന്നൊരു തക്കുടു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു എന്നുള്ളതുള്ളൂ. കാരണം സുവിലിന് അതിന്റെ ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കുറെ പ്രാസം ഒപ്പിച്ച് ഡിസ്കണക്ട് ആയി, കണക്ട് ആയി, ഡിപ്രസ്ഡ് ആയി എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഏരിയ ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അത് തന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പാട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പാട്ട്. അടിപൊളി. താങ്ക് യു. സന്തോഷം. പാട്ട് തനിയാണോ അതിന്റെ വരികൾ എഴുതിയത്? അതെ അതെ. ആണല്ലേ? എന്തായാലും എല്ലാം ഗംഭീരമായി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വീണ്ടും കാണാം. Once Upon a Time version 2.0 ഒരു കിടിലം സ്റ്റാൻഡ് പെർഫോമൻസുമായി എത്തുന്നു നെൽസൺ. വെൽക്കം നെൽസൺ. നെൽസൺ വരുമ്പോൾ നമ്മൾ കുറേ അടിപൊളി ഒരു സംഭവം പ്രതീക്ഷിക്കും. അങ്ങനെയാണ് എപ്പോഴും. നമ്മുടെ പ്രതീക്ഷകൾക്കൊന്നും നിരാശ നൽകിയിട്ടില്ല. രമേശ് ഏട്ടാ, സെന്തിലേട്ടാ, നെൽസൺ. ഹലോ, എവിടെ വീട്? എന്റെ വീട് കോട്ടയം ആണോ? ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് കാണാൻ പോവാണ്. ഓക്കെ. അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ ചെന്നൈയില് ബാങ്ക് ഓഫ് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യാണ്, ചെന്നൈ ഓഫീസിൽ. ഞങ്ങൾ അങ്ങനെ ചില്ലറക്കാരല്ല ഇവിടെ ഇറങ്ങണത്. സെന്തിലോർത്ത് അങ്ങനെ ഇങ്ങനെയുള്ള ബാങ്ക് ഓഫ് ന്യൂയോർക്ക്. ഞാൻ അതൊക്കെ കേട്ട് ഞെട്ടി കൂടുതൽ ചോദിക്കാത്ത അതുകൊണ്ട്. ഇവിടെ മാത്രമല്ല ഞങ്ങൾക്ക് പിടി. അല്ലാതെ സെന്തിൽ നാളെ എന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കാം, തിരുവനന്തപുരത്ത് എന്റെ കൂടെ പരിപാടിക്ക് വരുമെന്ന് വെച്ചാൽ വരില്ല. ലീവ് കിട്ടില്ല ഞങ്ങളുടെ പെർഫോമൻസിന് അല്ലേ? ഫൺസ് അപ്പോൺ എ ടൈമിൽ ലീവ് എടുത്ത് വന്നു. അത് വരും. അതെ. ആ, അടിപൊളി. നെൽസ ഗംഭീരാക്കൂലേ ഇന്ന്? പിന്നെ തീർച്ചയായും ഇന്ന് എന്തൊക്കെയോ നെൽസന്റെ പോക്കറ്റിലും കയ്യിലൊക്കെ ഉള്ളതായിട്ടാണ് നെൽസന്റെ നിപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. മാത്രമല്ല ഡയാന പറഞ്ഞ പോലെ നെൽസൺ ഒരു വരുമ്പോ തന്നെ ഞങ്ങള് ഒന്ന് അനങ്ങിയിരിക്കും, ഇരിക്കുന്നിടത്തുനിന്ന് ഇന്ന് എന്തൊക്കെയോ വരും എന്നുള്ളത് പോലെ. കേട്ടാ, ഗംഭീരമാക്ക്. ഓക്കെ നെൽസൺ, അപ്പോ പെർഫോമൻസിലേക്ക് കടക്കാം. ഹലോ, ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ചാച്ചൻ്റെ കഥയെല്ലാം കൂടെ വെച്ചാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. തന്തയുടെ തലയിൽ കയറി തിരുവാതിര കളിച്ചെന്നും പറഞ്ഞ് UK-യിലുള്ള എൻ്റെ മൂത്ത പെങ്ങൾ തൊട്ട് ചെന്നൈ ഓഫീസിലുള്ള ക്യാബ് ഡ്രൈവർ ഷൺമുഖാണൻ തന്നെ എന്നെ എടുത്തിട്ടങ്ങ് ചാമ്പി. മൂത്ത ചേച്ചി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ട്വിറ്ററിൻ്റെ അകത്ത് സേവ് മൈ ഡാഡ് എന്നും പറഞ്ഞൊരു ഹാഷ്ടാഗും തുടങ്ങി. എൻ്റെ പെർഫോമൻസിന് അത്ര വലിയ ട്രെൻഡിങ് ഒന്നും ഉണ്ടായില്ലെങ്കിലും പുള്ളിക്കാരുടെ ഹാഷ്ടാഗിന് നല്ല ട്രെൻഡിങ് ആയിരുന്നു. സ്വാഭാവികമായും ചാച്ചൻ മാത്രം എന്നെ കുറ്റപ്പെടുത്താത്തത് എന്നിലെ സ്റ്റാൻഡപ്പ് കൊമേഡി ഇതിൽ ജിജ്ഞാസ ഉളവാക്കി. ഒരു ദിവസം ചാച്ചൻ രാവിലെ വീടിന്റെ വാതിൽക്കെ പത്രം വായിച്ചിരുന്നപ്പം ഞാൻ ചാച്ചൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് ഞാൻ ചാച്ചനോട് ചോദിച്ചു, ചാച്ചാ, ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടും ചാച്ചൻ മാത്രം എന്നെ കുറ്റപ്പെടുത്താത്തത്? പുള്ളിക്കാരൻ പത്രം മടക്കി വെച്ചിട്ട് തെക്കുവശത്തുള്ള വാഴത്തോട്ടത്തിലോട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഒരു കണക്കിന് എല്ലാം എൻ്റെ കുറ്റമല്ലേ. അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഹലോ, ഹായ്, ഐ ആം നെൽസൺ തോമസ്. ഐ ആം കമ്മിങ് ഫ്രം കോട്ടയം സിൻസ് 1988. ഞാൻ ചെന്നൈ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ എല്ലാവരും എന്നോട് ചോദിക്കും, തമ്പി, ഉങ്ക കോട്ടയത്ത് എന്നതാ സ്പെഷ്യൽ? ഞാൻ ചൊല്ലും, അണ്ണേ, ഞങ്ങ കോട്ടയത്ത് ரொம்ப സ്പെഷ്യൽ കോട്ടയം മെഡിക്കൽ കോളേജ് താ. അതെ, ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് അതാണ്, സാധാരണക്കാരനും സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാലേ നമ്മുടെയൊക്കെ വീട്ടിലെ വിറകെടുപ്പ് പോലെയാണ്. കറണ്ട് പോയി ഇൻഡക്ഷൻ വർക്കായില്ലെങ്കിലോ നമ്മുടെ ഗ്യാസ് അടിച്ചു പോയാലും എല്ലാം ഇച്ചിരി കരിയും പോകുന്നുണ്ടല്ലോ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന നമ്മുടെ വിറകെടുപ്പാണ്. എന്നാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻഡക്ഷൻ സ്റ്റൗ പോലെ കാണാനൊക്കെ നല്ല ഭംഗിയാ, ഉപയോഗിക്കാനും എളുപ്പമാണ്. പക്ഷേ മാസാമാസം കറണ്ട് ബില്ല് വരുമ്പം കണ്ണു തള്ളും. എൻ്റെ വീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടുത്തായതുകൊണ്ടും ഞാൻ കൊച്ചിലെ തൊട്ട് എന്തെടുത്താലും ആശുപത്രിയിലേക്ക് പോകുന്നത് കാരണവും എൻ്റെ ഭാര്യ അവളുടെ 2 പ്രസവത്തിനും ഒറ്റ കാര്യം എന്നോട് അപേക്ഷിച്ചുള്ളൂ, അതായത് അവക്ക് പ്രൈവറ്റ് ആശുപത്രി പ്രസവിക്കണം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ. എൻ്റെ പൊന്നടിവേ, ഈ ഇൻഷുറൻസ് കമ്പനിയും ഈ പ്രൈവറ്റ് ആശുപത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ മീശമാധവന്റെ പിള്ളേച്ചിന് സരസവും തമ്മിലുള്ള ബന്ധം പോലെ ഒരു അവിഹിത ബന്ധം. നിങ്ങൾ കേൾക്കണം കേട്ടോ. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കൈവേദന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമന്ന് കിടന്ന് ഒത്തിരി നേരം സീരിയൽ കണ്ടതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, വാ നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു, ഗവൺമെന്റ് ആശുപത്രിയിലോട്ട്. കണ്ടിയെ കയറി എടുത്തോണ്ട് അമ്മ എന്നോട് ചോദിച്ചു,
എനിക്ക് ഗവൺമെന്റ് ആശുപത്രി പോകണ്ട, എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് അമ്മമാർക്കുള്ളതാ, പ്രൈവറ്റ് ആശുപത്രി മമ്മിമാർക്കാണ്. അമ്മ സമ്മതിച്ചില്ല. അവസാനം ഞാൻ അമ്മേനെ കൊണ്ട് ആ ഗവൺമെന്റ് ആശുപത്രി വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മൾ സാധാരണ ആശുപത്രി ചെല്ലുമ്പോൾ മണമൊന്നുമില്ല, നല്ല മുല്ലപ്പൂവിന്റെ മണം. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രിയുടെ മുന്നോട്ട് ചെന്നാൽ തന്നെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഡയാനെ പോലെ ഒരു 5 അടിപൊളി പെണ്ണുങ്ങൾ നിരന്നിരിക്കുകയാണ്. ഞങ്ങൾ അകത്തോട്ട് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പം ആരൊക്കെയോ വന്നു. ഒരാൾ അമ്മയുടെ പ്രഷർ നോക്കുന്നു, ഒരാൾ വെയിറ്റ് നോക്കുന്നു, ഒരാൾ ഷുഗർ നോക്കുന്നു, ഞാൻ അവിടെ നിന്ന് വായി നോക്കുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഏതോ ഒരു എല്ലിന്റെ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് വെറും 35 രൂപയുടെ ഓയിൽമെന്റ് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ ആലോചിച്ചേ, ഷോ ഞാൻ എന്തൊരു മണ്ടനെ, ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു. ഇവരെ കുറിച്ചാണോ ഞാൻ ഈ കോമഡി സ്കിറ്റ് ചെയ്യാൻ വേണ്ട വേണ്ട, മോശം മോശം മോശം. എല്ലാം അവസാനിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് വേറെ സുന്ദരിയായ മേഡം എന്ന് പറഞ്ഞു, 45 റൂമിൽ ഷുഗറിന്റെ ഒരു ഡോക്ടർ ഉണ്ട്, പുള്ളിക്കാരനെ കൊണ്ടൊന്ന് കണ്ടിട്ട് പോകണം. കേട്ടോ നെൽസ? ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ്, അത് കാരണം കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ, കുറഞ്ഞ ഷുഗർ ഇടയ്ക്കൊന്ന് കൂട്ടാൻ വേണ്ടി വേറെ എന്തോ സുലിൻ, പ്രഷർ ബാലൻസ് ആക്കാൻ മഞ്ഞ ഗുളിക, പ്രഷർ വല്ലപ്പോഴെങ്കിലും ഇൻബാലൻസ് ആക്കാൻ വേണ്ടി ചുമന്ന ഗുളിക, ഇനി അപ്പോൾ വിയർത്താൽ വേറൊരു ഗുളിക, വിയർത്തില്ലെങ്കിൽ വേറൊരു ഗുളിക. എല്ലാത്തിന്റെ അവസാനം ഒരു വലിയ ബ്ലഡ് ടെസ്റ്റ്. അതിന്റെ കാശ് ഇപ്പോൾ കൊടുത്താൽ മതി, പക്ഷെ 10 ദിവസം കഴിഞ്ഞ് വന്ന് ബ്ലഡ് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡും നമ്മുടെ കയ്യിൽ തരും. ഒരു 10 പൈസയുടെ ഒരു തുണ്ടുപേപ്പർ പോലും നമ്മുടെ കയ്യിൽ തരത്തില്ല. മാസം നമ്മൾ ഈ കാർഡുമായിട്ടൊക്കെ ചെന്ന് കയറി കൊടുത്താൽ മാത്രം മതി. മൊത്തം 6500. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ആശുപത്രിയുടെ വിശാലമായ ഒരു കഫ്റ്റീരിയ ഉണ്ട്. പക്ഷേ ഈ കഫ്റ്റീരിയയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പ്രഷറിന്റെ ഡോക്ടറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു മുട്ട പപ്സ് 2 ചായ 90 രൂപ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ല, അതൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഷോപ്പ്, ഇൻഷുറൻസ് ഡെസ്ക്, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ സെന്റർ, അതിന്റെ കൂടെ ഒരു ഇച്ചിരി ട്രീറ്റ്മെന്റ്, എല്ലാം കൂടെ ഒരു ഹോസ്പിറ്റാലിറ്റി കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ നാട്ടിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. ചുമ്മാ അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എന്തെടുത്താലും പക്കാവട തിന്നുന്ന പോലെ ഈ പാരസിറ്റമോൾ തിന്നാൻ പോകുന്നു. കാലുവേദനയ്ക്ക് പാരസിറ്റമോള്, മുട്ടുവേദനയ്ക്ക് പാരസിറ്റമോള്, വയറുവേദനയ്ക്ക് പാരസിറ്റമോള്, തലവേദനയ്ക്ക് പാരസിറ്റമോൾ, എന്തൊരു ഇപ്പൊ മുടി കൊഴിച്ചലും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും പാരസിറ്റമോൾ അതിനുണ്ട്. ഇങ്ങനെയായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാസം റേഷൻ കട വഴി ഓരോ കിലോ ഡോളോ 650 കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. കാര്യം നമുക്കറിയാം, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 10 രൂപയുടെ ഒരു OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചഭക്ഷണം വരെ കിട്ടും. അതൊരു വലിയ കാര്യം. പക്ഷെ എന്നിരുന്നാലും ചിലരുണ്ട് നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം വെച്ചാൽ അവരുടെ സ്വഭാവം കൊണ്ട് നമ്മൾ അതിർത്തിയിലേക്ക് വെച്ചാൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലെയാ. ആണാ കൂടെ എന്നാ പറഞ്ഞാലും ഉടക്ക. എന്നാലും ഇതെല്ലാം കവർ ചെയ്ത് സപ്പോസ് നമ്മൾ ഡോക്ടറെ കണ്ടെന്ന് വെച്ചോ, പുള്ളിക്കാരനൊരു തുണ്ട് പേപ്പർ എന്തൊക്കെയോ ഒരു സാധനം വരച്ച് കുത്തി തരും. ഈ പണ്ട് ഈ ഗുഹാമനുഷ്യൻ എഴുതിയിരുന്ന പോലെ എന്തോ ഒരു ലിപി, അത് നമ്മൾ മറിച്ച് വായിച്ചാലും തിരിച്ചു വായിച്ചാലും എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. അതുമായിട്ട് നമ്മൾ എക്സ്റേ എടുക്കാൻ ചെന്ന് എക്സ്റേ എടുക്കാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ചെന്നാൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, മരുന്ന് വാങ്ങിച്ചാൽ മരുന്ന് വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു കുറിപ്പ്. ഇതൊക്കെയാണേലും നമ്മുടെ ആശുപത്രി അത്യാവശ്യ സമയത്ത് നമ്മളെ വല്ലാതെ അങ്ങ് ഉപകരിക്കും കേട്ടോ. അതിപ്പം പാമ്പ് കടിച്ചതാണെങ്കിലും, പാണ്ടിലോറി ആണെങ്കിലും, പ്രമേഹമാണെങ്കിലും, പ്രസവമാണെങ്കിലും എല്ലാം. എന്തിന് നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ 10 പൈസ വാങ്ങിക്കാതെ നമ്മളെ പൊന്നു പോലെയല്ലേ ഗവൺമെന്റ് ആശുപത്രി നോക്കിയത്. ഇച്ചിരി കാര്യം പോകേക്കോട്ടെങ്കിലും നമുക്കങ്ങ് സഹിക്കാമല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെൽസന്റെ പെർഫോമൻസ് പെട്ടെന്ന് തീർന്നതുപോലെ തോന്നി. പക്ഷെ നല്ലൊരു വിഷയമാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. സെന്തിലേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ കേൾക്കുന്നതാ. അതെ, നിങ്ങൾ ആ ബിൽഡപ്പ് കൊടുത്തപ്പോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചു, പക്ഷെ അതിനേക്കാൾ ഏറെ അദ്ദേഹം തന്നു. കാരണം നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടിയും ഈ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്ന രീതിയിൽ വളരെ വ്യക്തവും സ്പഷ്ടവും വടിവൊത്ത രീതിയിലും ആരുടെയും മനസ്സിൽ ഇടിച്ചു കയറുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. നെൽസ, ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് പിന്നെ കാലം മാറി അത് ആക്ഷേപം മാത്രമായി, അതിനകത്ത് ഹാസ്യമില്ലാതെ നമ്മൾ ആക്ഷേപിച്ചാൽ മതി, ആൾക്കാർ ചിരിക്കും. അത് പലരെയും, അത് പ്രധാനമന്ത്രി മുതൽ ഏത് സാധാരണക്കാരനെയും നമുക്ക് ആക്ഷേപിക്കാം. ഈ ആക്ഷേപം ആക്ഷേപിച്ചവനൊരു സന്തോഷം, കാണുന്നവനൊരു സന്തോഷം,
കാണുന്നവൻ അതിൽ പങ്കെടുത്തുകൊണ്ട് അവന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ പറ്റുവാണെങ്കിൽ അതും കൂടെ ചെയ്തിട്ടാണ് നടത്തുന്നത്. നെൽസന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിനകത്ത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, നമ്മളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പലപ്പോഴും ശ്രമിക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കൃത്യമായിരിക്കണം അതിലെ കാര്യങ്ങൾ. അങ്ങനെ ഒരുത്തനെ അങ്ങ് കയറി അങ്ങ് കൊന്നുകളയാം എന്നുള്ള, അങ്ങ് കയറി അങ്ങ് ഒരുത്തന്റെ പുറത്തേക്ക് മേഞ്ഞു കളയാം എന്നുള്ളൊരു ശ്രമം നെൽസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്നുള്ളത് വലുതാണ്. നെൽസൺ സർക്കാർ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പ്രൈവറ്റ് ആശുപത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഈ രണ്ട് സ്ഥലങ്ങളിൽ പോയവർക്കും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ രണ്ടും അതിൻ്റെതായ സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടും ഒരുപാട് നമ്മൾ ഈ വലിയ മദ്യദുരന്തം ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാമ്പ് കടിക്കുമ്പോഴോ, അല്ലെ പല സന്ദർഭങ്ങളിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത്, എന്നെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച അക്കൗണ്ടൻസി പഠിപ്പിച്ച ഒരു ജോൺ സാറുണ്ട്. ജോൺ സാർ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പം ഒരു അഹങ്കാരം വരുന്നു, നമ്മളൊരു സൂപ്പറാണ്, നമ്മൾ ഉഗ്രനാണ് എന്നൊക്കെ അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ അന്ന് വേറൊന്നും ചെയ്യരുത്, നേരെ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പോയിട്ട് ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് വന്നു പോകുന്നവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങ് പോന്നാൽ ഒന്നേന്നും പറഞ്ഞ് പിന്നേന്ന് തുടങ്ങാന്ന്. അത്രയും പേര് ചെല്ലുന്ന ഒരു സ്ഥലം, അത്രയും പേർക്ക് ആശ്രയമാകുന്ന ഒരു സ്ഥലം, അതിനെക്കുറിച്ചെല്ലാം എത്ര രസമായിട്ടാണ് നെൽസൺ നർമ്മം പറഞ്ഞു പോയെന്നുള്ളത് വളരെ ഗംഭീരമായിട്ടുള്ള. പിന്നെ നിസ്സാരമായിട്ട് പറഞ്ഞ കാര്യമാണ് പാരസെറ്റമോള്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും വെറുതെ ചുമ്മാ എടുത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ കാലുവേദന വന്നാലും, എൻ്റെ അമ്മ പാരസെറ്റമോൾ എന്ത് വന്നാലും ഒന്ന് ചെറിയ ഒരു കുളിര് പോലെ ഒരു പനിയുടെ ആരംഭമാണോ എന്തോന്ന് വെച്ചിട്ട് പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നത് സ്ഥിരമുള്ള സംഭവമാണ്. അതെല്ലാം നെൽസൺ വളരെ ഗംഭീരമായിട്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ പെർഫോമൻസ് സർ. താങ്ക് യു ഡാൻ. ആസ് യൂഷ്വൽ. ഓക്കെ, പൊളിച്ചു. താങ്ക് യു സോ മച്ച് നെൽസൺ. വീണ്ടും ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നു. വെൽക്കം ബാക്ക് ടു ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികം ഉഷാറാക്കുവാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നൽകാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് MES പൊന്നാനി കോളേജിലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. ഹലോ. ഇത് MES ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതെ, മാനേജ്മെന്റ് സബ്ജക്ട്സും ഉണ്ട്. ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കോളേജിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ തീരപ്രദേശത്ത് തന്നെ ഒരേ ഒരു കോളേജാണ് MES പൊന്നാനി കോളേജ്. നമ്മുടെ നാക്കിന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയർന്ന നാക് ഗ്രേഡ് ഉള്ളത് ഞങ്ങളുടെ കോളേജിനാണ്. പിന്നെ ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് വുമൻസിൽ ഞങ്ങളുടേതായിരുന്നു. IEDCയുടെ സ്കോറും ഞങ്ങൾക്ക് ഒരുപാട് ഹൈ ആണ്. മറ്റെല്ലാ മേഖലകളിലും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഇതുവരെയും കാണിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഞങ്ങൾ അത് വ്യക്തിമുദ്ര പതിപ്പിക്കും. തീർച്ചയായിട്ടും. എന്തിനാണ് ഫൺസ് അപ്പോൺ എ ടൈമില് വരെ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു. അതെ, ഭാവിയുടെ വാഗ്ദാനങ്ങളാണല്ലേ MES സ്റ്റുഡൻസ്. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഷോയുടെ ഭാഗമായാലും. താങ്ക് യു ഓൾ സോ മച്ച്. ജെയ്സൺ വന്നിരുന്നോ? ജെയ്സനോ? ഇവിടെ ഷൂട്ടിംഗ് അല്ലേ, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അല്ല, വളവ് വരെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന. ഇങ്ങോട്ടൊന്നും ആരും കേറിയിട്ടില്ല. അല്ല, ഇങ്ങോട്ടും കേറി. ഇങ്ങോട്ട് കയറൂല കേട്ടോ, ഇവിടെ ഷൂട്ടിംഗ് അല്ലേ? ഇല്ലല്ലേ? ഇല്ലല്ല. ഉറപ്പ്? കണ്ടില്ല, ഇവിടെ കണ്ടിട്ടില്ല. ഇല്ല, അവിടെ ഇല്ല കേട്ടാ, ആരുമില്ല. പോയോ? ജയ്സ, നിങ്ങളെ അന്വേഷിച്ച് ഇപ്പൊ അജയൻ ചേട്ടൻ വന്നിട്ട് പോയുള്ളൂ. അജയൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നോ? അജയൻ ചേട്ടൻ അജയൻ ചേട്ടനെ വിളിച്ചേ. അല്ല, ഒരുപാട് തിരക്കായിരുന്നു പുള്ളി. ഇല്ല, ഞാൻ കണ്ടോളാം. ഞാൻ ആളെ പോയോ? അജയൻ ചേട്ടൻ പോയോ? പോയി, പുള്ളി പോയി. പോയി. അജയൻ ചേട്ടൻ നാളെ രാവിലെ 9 മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് മിനിഞ്ഞാന്ന് ഇച്ചിരി പൈസ മേടിച്ചതാ, കൊടുക്കാൻ പറ്റിയില്ല. മനുഷ്യരാകുമ്പോ അങ്ങനെ അപ്പൊ അതിലെ വന്ന കണ്ടത് പുള്ളി കണ്ടു. ഫേസ് ചെയ്യാനൊരു മടി ഉണ്ടാവും. കൊറേ നോക്കിയായിരുന്നു പുള്ളി. അതെ, ഞാൻ പെട്ടെന്ന് ഇതിന്റെ അകത്തേക്ക് ഇതിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കും പിഷാരടി. നേരെ ബാക്കിൽ നിന്ന് റൈറ്റ് എടുത്താല് നമ്മുടെ ഈ ഷൂട്ടിംഗ് ഫ്ലോറിന്റെ ഇടതുവശത്ത് ഒരു വാതിലുണ്ട്, അതിലെ പുറത്തേക്ക് ആ വഴി പോവല്ലോ. അതിലെ പോവാൻ പറ്റില്ലല്ലോ. എന്തു പറ്റി? അവിടെയല്ലേ നമ്മുടെ വിശ്വംബരഞ്ഞാന്റെ വീട്. അതെ, പുള്ളിയുടെ മോളെ പ്രസവത്തിന് ചേർന്ന പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും സമയത്ത് തരാന്നും പറഞ്ഞൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് പഞ്ചണ്ടായി. കൃത്യസമയത്താണ് കൊടുക്കാൻ പറ്റില്ല. കൊച്ചിന്റെ 28 കഴിഞ്ഞിട്ടും ഫേസ് ചെയ്യാനൊരു ഗ്രീൻ റൂമിന്റെ വഴി പോക്കൂടെ? ഗ്രീൻ റൂമിന്റെ ആ വഴി കൂടെ അവിടെ അതിലെ പൊക്കോ. അങ്ങനെയാണെങ്കിൽ നേരെ അങ്ങോട്ട് ഗ്രീൻ റൂമിന്റെ അതിലെ പൊക്കോ.
അതുവഴി പോരാ ഹൈവേ കയറാം പെട്ടെന്ന് ആ അതെനിക്കറിയാം. ലീല ചേച്ചീനെ പിഷാരടിക്ക് അറിയാലോ, അമ്പലത്തിലൊക്കെ വിളക്ക് വെക്കണ ആ. ലീല ചേച്ചി. ചിട്ടിയുള്ള ചേച്ചി. ചിട്ടി, അതെ. ആദ്യത്തെ ചിട്ടി ഞാൻ തന്നെയുള്ള വിളിച്ചെടുത്തത്. ആ അത് കൊടുക്കാൻ പറ്റില്ല, ഒരു നറുക്ക് പോലും വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ പോകാൻ പറ്റില്ല പിഷാരടി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്താ? നമ്മുടെ ഫ്ലോറിന്റെ ഈ സൈഡില് ഒരു ഡോർ ഉണ്ട്, ആണാ? ഒരു സ്റ്റോർ റൂം ആണ്. ഉവ്വ. അതിലേ പോകാം, റോഡിലേക്ക് ഇറങ്ങാം. ഇതിലെ ഇതുവഴി. ആ അയ്യോ, ആ വഴി പോകാൻ പറ്റില്ല. എന്താ? ആ വഴി എങ്ങനെ പോണേ? അവിടെ അല്ലേ നമ്മുടെ ജേക്കപ്പേന്റെ വീട്? അതെ. ആ, മറ്റേ ടൈൽസ് കടയൊക്കെ നടത്തണേ. ആ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് പിള്ളേരെല്ലാവരും ടൂർ പോണ സമയത്ത് എന്റെ 10 വയസ്സിലുണ്ടായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ജേക്കപ്പേന്റെ അടുത്തല്ലേ പോയി 5000 രൂപ രാത്രി മേടിച്ചത്. മറന്നുപോയി, കൊടുക്കാൻ പറ്റില്ല. ഇത് ആളൊക്കെ എങ്ങനെ, നമ്മുടെ ചെറുപ്പക്കാരിൽ വിഷാരടി പൈസ കൊടുക്കാനുള്ള ആൾക്കാരുടെ മുഖത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു നാണക്കേടല്ല, അഭിമാനമില്ല, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, അതിൽ പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇതില് ഇവിടെ നേരെ ബാക്കിലൂടെ മെയിൻ റോഡ് പോ. ജോസേട്ടൻ ആ. ആ വഴി നടക്കില്ല. ഞാൻ നോക്കട്ടെ വേറെ എന്തെങ്കിലും മാർഗം. ആ പിന്നെ സെന്തിലേ, ഒരു 5000 രൂപ കടന്നു തരാൻ പറ്റുമോ? നാളെ രാവിലെ 9 മണിക്ക് തരാം. ചേട്ടൻ പോയെ Once upon a time version 2.0 അടുത്ത നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ദി എക്സലൻസ് അവാർഡ്. എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്ന കലാകാരൻ ശ്രീ രാജൻ ഇടുക്കിയാണ്. ഹാസ്യകലാവേദികളിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇപ്പോഴിതാ ഡബ്ബിംഗ് മേഖലയിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. രാജൻ ഇടുക്കിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാജേട്ടാ, എന്തോ നമസ്കാരം. നമസ്കാരം വിഷു. രാജേട്ടോ, ചെന്നില്ലേ? വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് സപ്പോർട്ട് ടൈമിൽ വരണം എന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പ്രോഗ്രാം ത്രൂ ഔട്ട് കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് കാണുന്നുണ്ട്. വളരെ മികവുള്ള പ്രോഗ്രാംസാണ്, വളരെ കോമഡിയൊക്കെ നിറഞ്ഞ എല്ലാ രീതിയിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിൽ ആദ്യമായി എന്നെ ആദരിക്കാനായി വിളിച്ചതിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ തിരിച്ചു പറയാം. രാജൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു അബീക്കയോടൊപ്പം ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാൾ രാജൻ ചേട്ടനല്ലേ? ശരിയാണ്. അബിയുടെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം നിന്നിട്ടുള്ള ആൾ ഞാനാണ്. അതെ. എത്ര വർഷം? 21 വർഷം. 21 വർഷം. അതായത് അബീക്കയോടൊപ്പം 21 വർഷം തുടർച്ചയായിട്ട് നിന്നു. അബീക്കയുടെ കൂടെ വന്ന പലരും പിന്നീട് പല വഴികളിലൊക്കെ പോയി. എങ്ങനെയൊക്കെ ആകുമ്പോഴും എല്ലാം രാജൻ ചേട്ടൻ അബീക്കയുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അറ്റം വരെ അബീക്ക നമ്മുടെ ഒപ്പം ഇന്നില്ല. അവസാന കാലം വരെയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് രാജൻ ചേട്ടൻ. ഏറ്റവും കൂടുതൽ ഷോകൾ ചെയ്തു. ഞാനൊരു 4 വർഷം പുള്ളിയായിട്ട് വിട്ടു വന്നിട്ടുള്ളൂ. ഡബിങ്ങിലേക്ക് മാറിയതിന് ശേഷം പുള്ളി ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുതിയ പിള്ളേരായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയ മേഖലയുടെ ഡബിങ്, നീ അവിടെ നിൽക്കുക, അതാണ് നിനക്ക് നല്ലത്. ഞാൻ ഈ പിള്ളേരെയൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെ. അബീക്കയുടെ കൂടെ 21 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഷോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വല്ല ഊഹം ഉണ്ടോ? ഓ, അങ്ങനെ ചോദിച്ചാൽ കഷ്ടപ്പെട്ടു പോകും. അഭിഷ് ഷൺമുഖം എന്ന് പറഞ്ഞ ഷോ തന്നെ ഒരു വർഷം 365 ഷോ ചെയ്ത അഭിഷ് ഷൺമുഖം. ഒരു വർഷം 365 ഷോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ദിവസവും ഷോ കളിച്ചു എന്നല്ല എന്റെ അർത്ഥം. പല ദിവസങ്ങളിലും 2 എണ്ണം വീതം. മൂന്നാമത് കളിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജില് പ്രോഗ്രാം. മൂന്നാമത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ കൃത്യമായിട്ടുള്ള കിളികളും അതുപോലെ തന്നെ നേരം വെളുത്ത് ആൾക്കാർ സൈക്കിളിൽ പാലും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്ര 3 ഷോ ഒരു ദിവസം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജൻ ചേട്ടൻ ശരിക്കും ഏത് കാലഘട്ടത്തിലാണ് മിമിക്രിയിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിൽ 88 കാലഘട്ടത്തിൽ മിമിക്രി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. 88-ലൊക്കെയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. അവിടുന്ന് അരവിന്ദാക്ഷക്കുറുപ്പ്, സുമൻ എന്ന് പറഞ്ഞ ടീമായിട്ട് ക്രൈസി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ മേഖലയിലെല്ലാം പറന്ന് കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് മണി പിന്നീട് പറയുമ്പോഴാണ് അറിയുന്നത് മണി പ്രോഗ്രാം ഇഷ്ടംപോലെ വന്നിരുന്ന് കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാംസ്. അല്ല, അപ്പൊ രാജേട്ടൻ തൃശ്ശൂർ ക്രൈസി ബോയ്സ് വരുന്ന എങ്ങനെയാണ്? രാജേട്ടൻ ഒരു ഇടുക്കിക്കാരനല്ലേ? അതെ, ഞാൻ അന്ന് ചാലക്കുടിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറമുള്ള കുറ്റിച്ചിറ 2 എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ചാലക്കുടിയിൽ നിന്ന് അത്ര അകലമുണ്ട്. ആ സമയത്താണ് കേരളവർമ്മയിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നതും അതിനുശേഷമാണ് ഇടുക്കിക്ക് പോകുന്നത്. അപ്പൊ ഇടുക്കി ഈ ജാഫർക്ക് ഫീൽഡിൽ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ട് രാജേട്ടന്റെ പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് വേൾഡിൽ ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ചത് ഞാനായിരിക്കും. ഞാൻ പഠിപ്പിച്ചത് മിമിക്രി. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് കലാഭവൻ അതിനെ കുറിച്ച് പ്ലാൻ തന്നെ ഇടുന്നത്. അതെ, കാരണം മിമിക്രി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയല്ലെന്നാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അതിന്റെ ഒരു കഥയുണ്ട്, പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, കേൾക്കാനിരിക്കുന്നത്. ജാഫർ, ഞാൻ അവിടുന്ന്
അപ്പോൾ എനിക്കൊരു സൂട്ട് കേസാണ് പ്രോഗ്രാമിന് വരുമ്പോൾ. അപ്പോൾ ഞാൻ അവിടുന്ന് ബസ് കയറി പോരുമ്പോൾ പുള്ളി കഥ പിന്നീട് പറയുമ്പോഴാണ് അറിയാം. പുള്ളി അവിടെ ഒരു അങ്ങാടി മരുന്ന് കട ഉണ്ടായിരുന്നു. അവിടെ റേഡിയോ മെക്കാനിസം ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ റേഡിയോ മെക്കാനിക് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് ഈ പ്രോഗ്രാമിന് പോരുന്നത്. അപ്പോൾ അവരുടെ ആരാധനയോടെ എന്നെ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പിന്നെ പറയുന്നു പുള്ളി. അങ്ങനെ എൻ്റെ ഒരു റേഡിയോ കേടായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ റേഡിയോ നന്നാക്കാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. റേഡിയോ വളരെ ഇതായിട്ടൊക്കെ നന്നാക്കി തന്നു. പഴയ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. അത് ഇന്നും ജാഫർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എത്രയായിടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്ക് പൈസ വേണ്ട, എന്നെ മിമിക്രി പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്ത് പറഞ്ഞാൽ മിമിക്രി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയൊരു വിഷയമല്ല. അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്നൊരു കഴിവാണ് ജാഫർ, അത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പാട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നിരാശനായി. പക്ഷേ എന്നോട് പൈസ മേടിച്ചില്ല. അതിനുശേഷം ഓസ്കാറിൻ്റെ ഒരു പ്രോഗ്രാം, അന്ന് നാദിർഷ, ദിലീപ് അന്ന് കളിക്കുന്നില്ല, ദിലീപ് ഹരിശിലേക്ക് പോയ സമയത്ത് ആണ് നെടുങ്കണ്ടത്ത് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ജാഫറിൻ്റെ കൂടെ അനുവാദം ചോദിച്ച് പഴയ എംബറ്റിഡോർ ഉണ്ടല്ലോ ആ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ കൂടെ പ്രോഗ്രാം കാണാൻ വരികയും ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് പിറ്റേ ദിവസം വീട്ടിൽ കൂടെ എൻ്റെ വീടിൻ്റെ പുള്ളിക്ക് ഇങ്ങനെ കറങ്ങി പോരാം. ഒരു മല കയറി ഇപ്പുറത്തെ മലയിലാണ്, അടിയാലും ഇടുക്കിലെ അവസ്ഥ അറിയാമല്ലോ. വീട്ടിൽ നിന്ന് ഞാനും ഉണ്ട് കവലയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പുറത്തിരിക്കുമ്പോൾ അന്ന് കച്ചേരി പ്രധാനപ്പെട്ട സാധനമാണല്ലോ. പുള്ളി പ്രോഗ്രാം കാണാൻ വന്നല്ലോ. അപ്പോൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു നീ നന്നായിട്ട് മൃദംഗമൊക്കെ ചെയ്യുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, അത് എന്നെ മിമിക്രി പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം മംഗളത്തിൻ്റെ ഒരു മത്സരം വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഐറ്റം ചോദിച്ച് അതിൽ ഫസ്റ്റ് കിട്ടി. അതാണ് ഒരു 10 പിള്ളേരെ സംഘടിപ്പിച്ച് മിമിക്രി. പുള്ളിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ബോൺ ടാലൻ്റ് ഉണ്ടായിരുന്നത്. ഒരു വഴിമരുന്ന് ഞാൻ ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതെ, വഴിമരുന്ന് ഇട്ടുകൊടുത്താലും ജാഫർക്ക് ഇന്ന് വളരെ തിരക്കുള്ള പലതരത്തിൽപ്പെട്ട സിനിമകളിൽ വലിയ വലിയ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ് ജാഫർക്ക് ഒരു റേഡിയോ മെക്കാനിക് ആയിട്ടിരുന്നിട്ടുള്ള കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇത്രയും നാൾ കൂടാണെന്നിട്ട്. അല്ല, ചിലപ്പോൾ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ എന്നെ കുറിച്ച് പറയുമ്പോൾ പുള്ളി കൃത്യമായിട്ട് പറയും അങ്ങനെയാണ് രാജമാഷായിട്ടുള്ള കണക്ഷൻ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഈ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ നിന്ന് എൻ്റെ ശിഷ്യൻ ഇന്ന് മലയാള സിനിമയിലേക്ക് അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാര്യത്തിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഡബിങ് ഇപ്പം എങ്ങനെ പോകുന്നു ചേട്ടാ? ഡബിങ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഡബിങ്ങിൽ അത്യാവശ്യം ദൈവം സഹായിച്ച് തിരക്കുണ്ട്. ഈ സിനിമകൾ ഈ അടുത്ത കാലത്ത് ഏതൊക്കെയാണ് ഡബ് ചെയ്തത്? സിനിമ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു പടം ഡബ് ചെയ്തിട്ടാണ് വരുന്നത്. പ്രകാശൻ തിരക്കിലാണ്. ഈ മൊഴിമാറ്റ സിനിമകളൊക്കെ മൊഴിമാറ്റ സിനിമ ഇപ്പോൾ ഒരു 300 പടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. 300 എണ്ണം കഴിഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് പുഷ്പയിൽ ആർക്കാ രാജേട്ടൻ ശബ്ദം കൊടുത്തത്? പുഷ്പയില് ഹീറോയിന്റെ അച്ഛനും അതുപോലെ തന്നെ ഫസ്റ്റ് മറ്റേ ഒരു പലിശക്കാരൻ വരുന്നുണ്ട്. പുള്ളിനെ അവിടെ നിന്ന് ഹരാസ് ചെയ്യുന്നുണ്ട് വന്നിട്ട്. ആ പലിശക്കാരൻ അവിടെ നിന്നാണ് പുഷ്പ വഴക്കിട്ട് പോകുന്നതും കൂട്ടുകാരൻ പോകുന്നത്. അത് തന്നെ. ഞാൻ ഈ കുറച്ച് മുന്നേ വരെ ഡബ് ചെയ്യുമായിരുന്നു ഈ മൊഴിമാറ്റ സിനിമ. ഈ ബാഹുബലിയിൽ ഞാനൊരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആർക്കാ? ഈ തല പോകുന്ന ആളില്ലേ, അടുത്തത് നീ, എന്റെ ശബ്ദമാ. ഇനി ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും. അതെ അതെ. അങ്ങനെ പിന്നെ ലാലേട്ടന്റെ വിസ്മയ എന്ന് പറയുന്ന ഒരു സിനിമ, തെലുങ്ക് സിനിമ, അതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ തലയല്ലേ വെട്ടിക്കളയുന്നതല്ലേ? എന്റെ തലയാണ് ഞാൻ ശബ്ദം കൊടുത്തതല്ല, അതാണ് വെട്ടിക്കളഞ്ഞത്. അല്ല, ഞാൻ പറയാം, നമ്മള് ടിവിയിലൊക്കെ പല പരിപാടികളൊക്കെ കാണുമ്പോ ആൾക്കാർ ജസ്റ്റ് കണ്ടങ്ങ് പോകുന്ന ആൾക്കാർ. ഇതേപോലെ തന്നെയാണ് ഓർക്കസ്ട്രയുടെ, നമ്മുടെ കൂടലൊക്കെ ഓർക്കസ്ട്ര വായിക്കുന്ന പല ആൾക്കാര് സുഹൃത്തുക്കള്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളില് ഞാനാണ് പുല്ലാങ്കുഴൽ വായിച്ചത്, ഞാനാണ് കീബോർഡ് വായിച്ചത്. ഇവരെ ആരും അറിയില്ല. ഇവര് വായിച്ച പാട്ട് ബസ്സിലും കാറിലും പ്ലേ ചെയ്യുന്ന ബസ്സിൽ ഇവരെ ആരും അറിയാതെ ഇവര് യാത്ര ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ സെന്തിൽ പറയുമ്പോഴാണ് നമ്മൾ ബാഹുബലിയിൽ സെന്തിൽ ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. പുഷ്പയുടെ അച്ഛൻ രാജൻ ചേട്ടനാണ് എന്നുള്ളത്. പുഷ്പയുടെ മുതലാളി രശ്മിക മന്ദാനയുടെ അച്ഛൻ, ഇതൊക്കെ ഇടുക്കി രാജൻ ചേട്ടനാന്നുള്ളത് ഏതെങ്കിലും മലയാളിക്ക് അറിയാമോ? നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞാലല്ലേ അത് അറിയുള്ളൂ. എനിക്ക് ഇപ്പൊ എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് പേര് തന്നെ കാണിക്കില്ല. ഇത്രയും വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് എഴുതി കാണിച്ച കുറെ പേര് എഴുതി കാണിക്കണം. അതില് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയും മേജർ പടങ്ങളിൽ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ബാഹുബലി 2 ഞാൻ ചെയ്താ. ബാഹുബലിയിലും ചെയ്തിട്ടുണ്ട്. അതിലാരാ ചെയ്തേക്കുന്നത്? ആർക്കാ ചെയ്തേക്കുന്നത്? രോഹിണിയുടെ ഭർത്താവായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ നെറ്റിയിലൊക്കെ കുറി അടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതെ അതെ. അതുകൂടാതെ പിന്നെ പ്രവചനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു പ്രായമുള്ള പുള്ളിക്കാരനുണ്ട്. പുള്ളിയാണ് ഇന്ന സമയത്ത് ഇന്ന സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. പുള്ളി അദ്ദേഹത്തിന് അത് പ്രായമുള്ള ഒരു സംഭവം. പിന്നെ പുള്ളിക്കാരത്തി തല വെട്ടിക്കളയുന്നുണ്ട് ഒരു രാജാവിന്റെ രാജതന്ത്രം പറഞ്ഞിട്ട്. 3 പേർക്ക് ഇതുണ്ട് അതിനകത്ത്. അങ്ങനെ 3 പേര് ഇടുക്കി രാജേട്ടനാ. ഇതൊക്കെ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ അറിയോ? ഞാന് ഡബിങ് സിനിമകൾക്ക് ഇഷ്ടം പോലെ ശബ്ദം കൊടുത്തിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. ഖാദർ ഹസൻ ഇക്കയുടെ പടങ്ങളിൽ 1-2 പടങ്ങൾക്ക് ഞാൻ പല ആൾക്കാർക്ക് ആർക്കാന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്തിട്ടുണ്ട്. ആയ കാലത്ത് നമ്മുടെ ഒരു ചാനലില് അനൗൺസ്മെന്റുകളുണ്ട് ചാനലില്. അവിടെ പരിപാടിക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ഫ്ലോറിൽ നിന്ന് എടുക്കുമായിരുന്നു. അത് പലതരത്തില് പറയേണ്ടതായിട്ടുണ്ട്. അതായത്
ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൺസ് അപ്പോൺ എ ടൈം അമൃത ടിവിയിൽ നാളെ രാത്രി 9 മണിക്ക്, ഫൺസ് അപ്പോൺ എ ടൈം അമൃത ടിവിയിൽ ഇന്ന് രാത്രി 9 മണിക്ക്, ഫൺസ് അപ്പോൺ എ ടൈം 16-ാം തീയതി രാത്രി 9 മണിക്ക്. ഇങ്ങനെ എല്ലാത്തിനെയും സമയം കുറഞ്ഞു വരുന്നത് പറയണം. അങ്ങനെ ഒരുപാട് പ്രൊമോകള് ആ ചാനലിൽ കേട്ടിട്ടുള്ളതിൽ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും അറിയത്തില്ല ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജുകളിൽ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? അനുകരണങ്ങൾ അന്ന് ഒരുപാട് ചെയ്യുമായിരുന്നു. ഇപ്പൊ വളരെ ടച്ചൊക്കെ വിട്ട് കിടക്കണ കുറെ സ്റ്റാർട്ട്സ് ചെയ്യുമായിരുന്നു അന്ന്. പിന്നെ മെയിനായിട്ട് അനൗൺസർ ആയിരുന്നു അന്ന്. അനൗൺസറാണ്, കോമ്പയറിംഗ് എന്നല്ല പറഞ്ഞ അനൗൺസറാണ്. ഡൂം ലൈറ്റിനടി ചെയ്തിരുന്ന താരങ്ങൾ ആരൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചെയ്യുന്നത് ഞാൻ വറീസറിന് ചെയ്യും. വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. അടിച്ചു തരാടാ ആണ്ടവനോ അതോ സേഠ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാണല്ലേ ആണ്ടവൻ. ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാണ് കൊച്ചി, വിശ്വനാഥന്റെ കൊച്ചി. ഓർമ്മയിലിരിക്കട്ടെ, അല്ലട ചാക്കൊച്ചി. പിന്നെ ശങ്കരാടി ചേട്ടനെ പറയാം. ശങ്കരാടി ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ പഴയൊരു പടം കണ്ടപ്പോൾ, അപ്പോൾ അന്നത്തെ ആ ഒരു തന്മ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ശങ്കരാടി ചേട്ടൻ്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുന്നു എന്ന് പറയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, കുറേ ആയിട്ട് ഇങ്ങനെ തൊണ്ടങ്ങ് വഴങ്ങുന്നില്ല. അവിടെ ഒരിത്തിരി കടല പിണ്ണാക്ക്, ഒരിത്തിരി എള്ളും പിണ്ണാക്ക്, എല്ലാം കൂടി കലക്കി കൊടുത്താ ഷറവറാനല്ലേ പാല്. അപ്പോ ഞാൻ അങ്ങോട്ടേക്ക് താങ്ക് യു. രാജേട്ടൻ 2007 നമ്മളെല്ലാവരും ഒന്ന് പേടിപ്പിച്ചു. 2007 രാജേട്ടനൊരു വാഹനാപകടം ഉണ്ടായി. അന്ന് നമ്മളെല്ലാം ഒരു ദിവസം സന്ധ്യ കഴിയുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വരികയാണ്, രാജേട്ടനെ വണ്ടി ഇടിച്ചു. രാജേട്ടന് അല്പം തലയ്ക്കായിരുന്നു പരുക്കം തോന്നല്ലേ? ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ കാലിനുണ്ടായിരുന്നു. അത് എന്ത് സംഭവിച്ചായിരുന്നു രാജേട്ടാ? അത് ഞാൻ ഈ വൈറ്റിലയില് ഞാനൊരു തട്ടുകട മീൻസ് ഒരു ഫാസ്റ്റ് ഫുഡ് അത് എടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. മുന്നാന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കട എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്ന ക്യാഷിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മട്ടങ്ങൾ മനസ്സിലാകും. അങ്ങനെ കുറേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടയെടുക്കാൻ ഒരാഴ്ചക്കുള്ളിൽ എഴുതി കടയെടുക്കാനുള്ള തീരുമാനമൊക്കെ ആയിട്ട് ഒരു ദിവസം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു 11:30-ക്കൊക്കെ ഷോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ മഴ മാറുന്നില്ല. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, മറൈൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതാണ്, വൈകുന്നേരം സപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അവനോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. കോട്ടൊക്കെ ഇട്ട് ഞാൻ ബൈക്കിന് പോരുകയും ചെയ്തു. പെട്ടെന്ന് ഒരു 2 ദിവസം ഉറക്കക്ഷണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണൊന്നും അടഞ്ഞ ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം 10 മണിക്ക് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ അബിയുണ്ട്, സുനീഷാന്ന് തോന്നുന്നു, സുനീഷുണ്ട്, സാജമ്പള്ളുരുത്തി, അങ്ങനെ പരിചയമുള്ള കുറേ പേരെയാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ബോധം വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുള്ളൂ. പക്ഷെ 1 വർഷത്തോളം, ഒരു 5-8 മാസത്തോളം വീട്ടിൽ കഴിയേണ്ടി വന്നു. 8 മാസത്തോളമൊക്കെ മാറി നിന്ന ശേഷവും തിരിച്ചെത്തിയ രാജേട്ടന് നിന്ന് തിരിയാൻ സമയമില്ലാതെ ഇവിടെ വരുമ്പോൾ പോലും രാജേട്ടൻ പറയും, ഞാനിത് വരും മേടിയും പോവും, കാരണം സ്റ്റുഡിയോ എടുത്തിട്ടേക്കാണ്. അതുപോലെ വരാനിരിക്കുന്ന ഏതൊക്കെയോ സിനിമകളിലെ ഏതൊക്കെയോ കഥാപാത്രങ്ങൾ സംസാരിക്കണമെങ്കിൽ രാജേട്ടനെ ചെല്ലണം, അല്ലെങ്കിൽ അവർ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവില്ല, സംസാരിച്ചിട്ടേ കാര്യമില്ല അല്ലേ? ഒരു ഭാഗം അത്രേ ഉള്ളൂ. അപ്പോൾ രാജൻ ചേട്ടാ, ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഫ്ലോറിൽ എത്തിയതിൽ ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. തീർച്ചയായിട്ടും. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സെന്റിലേറ്റിനെയും രമേശിനെയും സ്നേഹിക്കുന്നു. രാജൻ ഇടുക്കി, ഞങ്ങളുടെ രാജൻ ചേട്ടനെ ഞാൻ മുമ്പും ഈ ഒരു സെഗ്മെന്റിലേക്ക് പലതവണ വിളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. 88 അദ്ദേഹം പരിപാടികൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു. പറയുമ്പോൾ നമുക്കിപ്പോൾ 88, 90 എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാലങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാമെങ്കിലും 88 മുതൽ ഇന്ന് വരെ മിമിക്രി കൊണ്ട് ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് അയാളിലെ പ്രതിഭ വെളിവാക്കുന്ന ഒന്നാണ്. പലരും പല ബിസിനസ്സുകളിലോട്ടൊക്കെ പോകും, പക്ഷെ ഇന്നും ശബ്ദമാണ് രാജേട്ടന്റെ പ്രധാന വരുമാനത്തിന് കാരണമായിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിഭ തന്നെയാണ്. ഈ ഒരു സെഗ്മെന്റിൽ വന്ന് പല കലാകാരന്മാരും പോകുമ്പോഴാണ് നമ്മളോട് തന്നെ പലരും പറയുന്നത്, അയ്യോ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ,
ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഇപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ രാജേട്ടൻ ഇവിടെ വരുമ്പോഴാണ് നമ്മളിൽ പലരും, എനിക്കറിയാമെങ്കിലും നമ്മളിൽ പലരും അറിയുന്നത് നമ്മൾ കണ്ട വലിയ വലിയ സിനിമകളിലെ ഒരുപാട് കഥാപാത്രങ്ങൾ സംസാരിച്ചത് രാജേട്ടൻ്റെ ശബ്ദത്തിലൂടെയാണെന്നുള്ളത്. അങ്ങനെ ശബ്ദം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പരിചിതനാണ്, മുഖം കൊണ്ടും നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്. ഈ ഒരു വലിയ പ്രതിഭ നമ്മുടെ വേദിയിലെത്തിയതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വക ഒരു എളിയ ഉപഹാരം. നമുക്കറിയാം ഇന്ന് പെർഫോം ചെയ്തത് സുവിൽ പടിയൂരും നെൽസൺ തോമസുമാണ്. ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ? നമുക്കറിയാം. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിലും നെൽസണും ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയുടെ മുതൽക്കൂട്ടുകളായിട്ടുള്ള രണ്ട് പ്രതിഭകളാണ്. രണ്ടുപേരും തമ്മിൽ വാശിയേറിയ പ്രകടനമാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കുന്നത് നെൽസൺ. ടൈം വേർഷൻ 2.0 ഇന്നത്തെ ചിരി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു രസകരമായ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. Until then, bye.